ധനുഷേ, അഖിൽ മാരാർ വലിയ വിപ്ലവം ഒക്കെ പറഞ്ഞിരുന്നു. ഒടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം 1 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിലൊക്കെ അദ്ദേഹം എഡിറ്റ് ചെയ്ത് പഴയതൊക്കെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ശ്യാമൻ, ഞാനിന്ന് ആറാടാൻ പോവുകയാണ്. എനിക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. കാരണം അന്ന് നമ്മൾ ഒരുമിച്ചിരുന്നാണ് വീഡിയോ ചെയ്തത്. അന്ന് ഒരുമിച്ചിരുന്ന് വീഡിയോ ചെയ്തപ്പോ കുറെ അഖിൽമാരുടെ ഫാൻസോളികൾ, അലവലാദികൾ, ഇങ്ങനെ എന്താ പറയണം, വന്ന് തെറി 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 തെറി. ഞാൻ അന്ന് പറഞ്ഞത് എന്താണ്? ഞാനന്ന് പറഞ്ഞു, ഈ അഖിൽ മാരാർ എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും ലൈം ലൈറ്റിൽ നിൽക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ്. അതൊന്ന് പറയാൻ നീ ആരാടാ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അത് അഖിലേട്ടൻ ഞങ്ങളുടെ മറ്റതാണ്. ഈ ബിഗ് ബോസ് കാണുന്ന കുറെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ഞാൻ വാക്ക് പറഞ്ഞേ, ഈ ദീപാവലിക്ക് വിടുന്ന സാധനം, ഈ ബിഗ് ബോസ് കാണുന്ന കുറെ ഇപ്പൊ ഇതിന്റെ താഴെ വരും, നമ്മൾ അപമാനിക്കാറായോ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ നീയൊക്കെ എന്ന് ഞാൻ പറയുകയാണ്. ബിഗ് ബോസ് കാണുന്ന കുറെ എണ്ണം വരും, വന്നിട്ട് ഇങ്ങനെ അഖിലെണ്ണൻ ഉയർ, അഖിലെണ്ണ ഉയരല്ല, അഖിലെണ്ണ ഞാൻ ഒന്നും പറയുന്നില്ല, മറ്റേ അതിൽ പറയുന്ന പോലെ തങ്കച്ചേട്ടന്റെ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ അന്നേ പറഞ്ഞു, ഇയാൾ ലൈം ലൈറ്റിൽ നിൽക്കാൻ ഏത് വിധേനയും ഇയാൾക്ക് പിടിച്ച് നിൽക്കാൻ അറിയാമെന്ന് പറഞ്ഞു. ഒരു ദുരന്തം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു വരികയാണ് അലവലാതി. ഇങ്ങനെ എന്നാ പറയണം, അങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ് ഇയാൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു വന്നു. ഈ ദുരിതാശ്വാസ നിധിയിൽ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു വന്ന ആൾ തന്നെ അവസാനം 1 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധി കൊടുത്തു. അപ്പൊ ഇയാളുടെ വാക്കും കേട്ട് ദുരിതാശ്വാസ നിധിയിൽ പൈസ കൊടുക്കാത്ത ആൾക്കാരൊക്കെ ആരായി? അല്ല, ഞാൻ ചോദ്യങ്ങളാണ് ഇത്, എനിക്ക് അഖിൽമാരാറോടുകൂടി ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. അത് കൊടുത്ത ആൾക്കാരൊക്കെ ആരായി? അഖിൽമാരാരുടെ ഫാൻസ് വന്നിട്ട് പറയാം അഖിലേട്ടൻ ഉയരാണെന്ന്. ഞാൻ കുറച്ച് കമന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ താഴെയുള്ള. അഖിൽ പറഞ്ഞത് കേരളത്തിലെ യഥാർത്ഥ അവസ്ഥ അഖിലിനോടൊപ്പം ദുരിതാശ്വാസ നിധി വെട്ടിച്ചു, സമ്മതിച്ചു. വെട്ടിച്ച ആൾക്കാരെയൊക്കെ പിടിച്ചു. അവർക്ക് കൊടുത്ത ശിക്ഷ എന്താണെന്ന് ഈ പറഞ്ഞ ആൾക്കാർക്ക് അറിയാമോ? ദുരിതാശ്വാസ നിധിയിൽ CAG ഓഡിറ്റ് വരെയുള്ള സാധനമാണ് ഈ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്. അതങ്ങനെ തട്ടിക്കാനും വെട്ടിക്കാനും ആർക്കും പറ്റുമെന്ന് ആരും വിചാരിക്കുകയൊന്നും വേണ്ട. ദുരിതാശ്വാസ നിധി കൃത്യമായിട്ട് ഓഡിറ്റുള്ള സാധനമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്ന അഖിൽ മാരാർ പറഞ്ഞത് നിലപാടാണ്. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അന്തംകമ്മി എന്നും അന്തംകമ്മി തന്നെയാണെന്നും. ഈ അഖിൽ മാരാർ ഈ അന്തംകമ്മികളായിട്ടുള്ള ആൾക്കാരെ മുൻനിർത്തി ലൈം ലൈറ്റിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിലൊന്നും നമുക്ക് യാതൊരുവിധ തർക്കമില്ല. പക്ഷെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് പറഞ്ഞു. ദുരിതാശ്വാസ നിധിയെ കുറിച്ച് ഈ സമയത്ത് പറയാൻ പാടില്ല. അത് സത്യമല്ലേ? അതെ. കാരണം വയനാട് ഇത്രയും ആൾക്കാർ വലിയ രീതിയിൽ ദുരന്തം അനുഭവിക്കുമ്പോൾ, ഇത്രയും പേര് മരിച്ചു വീഴുമ്പോൾ ഞാൻ ദുരിതാശ്വാസ നിധിയിൽ സംഭാവന കൊടുക്കില്ല എന്ന് അയാൾ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അറിയാമോ? ചോദ്യം തീ പിടിപ്പിക്കും എങ്കിൽ അത് കെടുത്താൻ മറുപടി പറഞ്ഞേ പറ്റൂ. അതിപ്പോ മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ധനുഷേ, കമന്റുകൾ കാണുന്നുണ്ടല്ലോ, ഇതിൽ അഖിൽ മാരാറാണ് ശരി, താങ്കളുടെ അഭിപ്രായം ശരിയല്ല. വളരെ മാന്യമായിട്ട് ബാലചന്ദ്രൻ ചേട്ടൻ ഇട്ടിരിക്കുകയാണ്. ആ ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, എന്റെ അഭിപ്രായം ശരിയല്ലെങ്കിൽ ചേട്ടാ, അഖിൽ മാരാർ 1 ലക്ഷം രൂപ കൊടുത്തല്ലോ ചേട്ടാ, എന്നിട്ട് മാപ്പ് പറയാൻ തയ്യാറായല്ലോ അഖിൽ മാരാർ. മാപ്പ് പറഞ്ഞിട്ടില്ല, പക്ഷെ അതുപോലെ കരഞ്ഞു മെഴുകിയിട്ടുണ്ട് അഖിൽ മാരാർ. പിന്നെ എഡിറ്റ് ചെയ്തു. ഇയാളുടെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇയാൾ ഇത്രയധികം കോളുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണമല്ലോ. ഇയാൾ പല പോസ്റ്റുകളും ഇയാൾ എഡിറ്റ് ചെയ്യാറുണ്ട്. ഓട്ടോയുടെ പെർമിറ്റ് ഉയർത്തിയത് സംസ്ഥാന സർക്കാരാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വന്ന് തെറി പറഞ്ഞിട്ട് പിന്നീട് ആളുകൾ പറഞ്ഞു കൊടുത്ത് ഇത് സംസ്ഥാന സർക്കാരല്ല, പെർമിറ്റ് ഉയർത്തിയത് കേന്ദ്ര സർക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു. കണ്ടം വഴി ഓടി. എനിക്ക് അയാളോട് വ്യക്തിപരമായിട്ടുള്ള വിരോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ അത് ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മുടെ ബോധ്യത്തിൽ, ഞാൻ എന്റെ ബോധ്യത്തിൽ നിന്ന് ഒരു അണുവിട പോലും ഇപ്പോഴും വ്യതിചലിക്കാൻ തയ്യാറായിട്ടില്ല. വ്യതിചലിക്കുന്ന മുഴുവൻ അഖിൽ മാരാറാണ്. ഞാൻ അയാൾക്കൊരു പ്രതിയോഗിയോ എതിരാളിയോ ഒന്നുമല്ല. പക്ഷെ ഇത് ഞാൻ പറയുന്നത്, ഈ കമന്റ് ഇടുന്ന ഈ അഖിൽ മാരാറുടെ കുറെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ, അതിൽ കൂടുതലും ഈ കേരളം കത്തിക്കാൻ നടക്കുന്ന ബിഗ് ബോസ് കാണുന്ന കുറെ ടീമുകളാണ്. ഈ അഖിൽ മാരാറുടെ കമന്റ് ഇടുന്ന ആൾക്കാരുടെ അതേ നിലവാരം തന്നെയാണ് മറ്റേ നമ്മുടെ ഈബിൾ ജെറ്റ് ഉണ്ടല്ലോ, ചേട്ടന്മാരെ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ കെട്ടി തൂങ്ങിച്ചാവോ എന്ന് പറഞ്ഞ് മറ്റേ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടിരിക്കുന്ന അതേ ടീം തന്നെയാണ്. വന്ന് ഒരുപാട് അച്ഛൻ പൂച്ച ഞാൻ കമന്റ് ഒക്കെ കാണുന്നുണ്ട്. അഖിൽ മാരാറിനെ ഞാൻ എസ്പെഷ്യലി കാണുന്നുണ്ട്. അഖിൽ മാരാർ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇതിൽ ധനുഷിന് തെറ്റി. എനിക്ക് തെറ്റിയിട്ടില്ല ചേട്ടാ, ധനുഷിന് തെറ്റി. അഖിൽ മാരാറാണ് ശരി, ആയിക്കോട്ടെ. നിലപാടുള്ളവൻ അഖിൽ മാരാർ, അയ്യോ അത് ഞാൻ ഇപ്പൊ കണ്ടു. അഖിൽ മാരാറ് നിലപാടും വെച്ചുകൊണ്ട് 1 ലക്ഷം രൂപ ഇപ്പം അത് പറഞ്ഞിട്ട് ഇയാൾ തന്നെ കൊടുത്തു. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഈ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് എന്തിന് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണം അഴിച്ചുവിട്ടു? അതിൽ
തട്ടിപ്പില്ലാത്തതായിട്ട് എന്താണുള്ളത്? അഖിൽ മാരാർ തട്ടിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്ന ആളാണെന്ന് ഞാൻ പറയുന്നു. അഖിൽ മാരാർ തന്നെ പറയുന്നുണ്ടല്ലോ, കച്ചവടം ചെയ്യുന്ന ആളാണ് ഞാൻ എന്ന് അഖിൽ മാരാർ പറയുന്നുണ്ട്. ഈ കച്ചവടം ചെയ്യുന്നവർ, കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടം എന്ന് പറഞ്ഞാൽ അഖിൽ മാരാർ വാങ്ങിക്കുന്ന ഒരു സാധനം അത് വേറൊരാൾക്ക് വിൽക്കുന്നത്, അതിലും വില കൂട്ടിയാണ്. അഖിൽ മാരാർ തന്നെ മാങ്ങാ കച്ചവടമോ തേങ്ങാ കച്ചവടമോ എന്തോ നടത്തിയത്, ഞാൻ ഇതിലും കുറച്ച് വാങ്ങിച്ച് കൂടുതൽ അങ്ങനെ പറയാം. അത് വേണമെങ്കിൽ പല ആൾക്കാർക്കും പറയാം, നിങ്ങൾ കച്ചവടക്കാരനല്ലേ, കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ചവടമില്ല, അത് തട്ടിപ്പല്ലേ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. പക്ഷെ അവസാനം ഈ പറഞ്ഞപ്പോൾ മാപ്പ് പറയേണ്ടി വരും. മനസ്സിലായി? എല്ലാവരും ചെയ്യുന്ന സംഭവമാണിത്. ഈ തട്ടിപ്പില്ലാത്തതായിട്ട് ലോകത്തൊരു കാര്യമില്ല. ആ തട്ടിപ്പ് നടത്തിയാലും ആ തട്ടിപ്പുള്ളവന്മാരെ പിടിക്കുന്നുണ്ട്. CPM-ന്റെ ആൾക്കാരെ തന്നെ പിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, CAG ഓഡിറ്റുള്ള സംഭവമാണ്. ഈ സമയത്ത് അത് പറയാൻ പാടില്ലായിരുന്നു. ഇതിന് ശേഷം എപ്പോൾ പറഞ്ഞാലും നമുക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. മുഖ്യമന്ത്രിയെ തെറി പറയാം, എന്തും ആർക്ക് വേണോ എന്തും പറയാം. കാരണം മുഖ്യമന്ത്രി ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ, എന്തും പറയാം. അഖിൽ മാരാർ നിരന്തരം മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവത്തിൽ ഈ സമയത്ത് അത് പാടില്ല. കാരണം അവിടെ ഉള്ള ആൾക്കാർക്ക് ആ ദുരിതാശ്വാസ നിധിയിൽ വെട്ടിക്കട്ടെ, അത് നമുക്ക് പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. പിടിച്ചില്ലെങ്കിൽ അപ്പം നമ്മൾ ശബ്ദം ഉയർത്തണം. ഒരു ബ്രെഡെങ്കിലും കിട്ടുകയാണെങ്കിൽ. കാരണം ഇവിടെ മുലപ്പാൽ വരെ കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കാർ റെഡിയായി നിൽക്കുമ്പോഴാണ് എന്നിട്ട് ഇയാൾ വീഡിയോ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഇയാളുടെ ഫസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിലോ ഇയാളുടെ വീഡിയോയിലോ എനിക്ക് കേട്ടതായിട്ടൊരു വീഡിയോ ഓർമ്മ ഉണ്ട്. ഇയാളുടെ കയ്യിൽ നിന്നുള്ള കാശ് ഇയാൾ പറയുമ്പോഴും ലൂപ്പ് ഹോൾ ഇടും അതിനകത്ത്. ഞാൻ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു, അത് എന്റെ കൂട്ടുകാരന്മാർ എനിക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു, കമ്പി ഇവിടെ നടക്കാമെന്ന് പറഞ്ഞു. അവിടെ ഇനി നാളെ വീട് വെച്ച് തരാത്ത എന്തെന്ന് ചോദിച്ചാൽ, ഇയാൾക്ക് പറ്റിയില്ലെങ്കിൽ തരാത്തെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് പറയാൻ സാധിക്കും, അതിന്റെ സുഹൃത്തെന്ന് പറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സുഹൃത്ത് ഇപ്പൊ തന്നില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇയാൾ പറയും. വളരെ പ്ലാൻഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായി? എങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കണം, അതിന് ദുരന്തം ഉപയോഗിക്കരുത്. ദേവി അത് ദുരന്തം ഉപയോഗിക്കും. നിങ്ങൾ ബിഗ് ബോസിൽ കളിച്ചോ, നിങ്ങൾ മുഖ്യമന്ത്രിയെ തട്ടി വിളിച്ചോ, ദുരന്തം ഉപയോഗിക്കരുത്, ശാപം കിട്ടും. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറയാനായിട്ട് നിർബന്ധിതനായത്. ശാപം കിട്ടും, സീരിയസ്ലി. മുഖ്യമന്ത്രി എല്ലാവരും, ഈ ഫാൻസ് അസോസിയേഷൻ എല്ലാവരും ഏറ്റെടുത്ത ഇയാളുടെ ഒരു കോക്കോണിക്സ് ഒരു ലാപ്ടോപ്പ് ഉണ്ടല്ലോ മുഖ്യമന്ത്രി, ഇയാൾ പറഞ്ഞത് KSFE-യിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ലാപ്ടോപ്പ് വാങ്ങാനായിട്ട് അനുവദിച്ചത്, KSFE-യിൽ നിന്നും ദുരിതാശ്വാസ നിധിയിൽ നിന്നും ലാപ്ടോപ്പ് വാങ്ങാനായിട്ട് അനുവദിച്ചത് എത്ര കോടി രൂപ? 87 എന്തോ കോടി രൂപയാണെന്ന് ഇയാൾ പറഞ്ഞു. എല്ലാവരും ഏറ്റെടുത്തു. ഇതെന്തിനു കൊടുത്തു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒന്ന് മറുപടി പറഞ്ഞു, അതിന് ചൂളിപ്പോയി. അടിച്ചോടച്ച് കൈ കൊടുത്തു. മുഖ്യമന്ത്രിയെ കൊണ്ട് ഞാൻ മറുപടി പറയിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം. അതാണ് ഞാൻ പറഞ്ഞത്, അയാൾ വളച്ചൊടിക്കുകയാണ്. വളരെ ഗംഭീരമല്ലേ, അടിപൊളിയല്ലേ? ഞാൻ പറയുന്ന സാധനത്തിൽ ഞാനൊരു ലൂപ്പ് ഹോൾ ഇടും, എന്നിട്ട് അടുത്ത സമയത്ത് ഞാൻ പൊളിഞ്ഞു എന്ന് അറിയുമ്പോൾ എന്താണ്, ഞാൻ വളച്ചൊടിക്കും. ഞാൻ അന്ന് അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഇത്രയൊന്നും പറയില്ലായിരുന്നു. പക്ഷെ ദുരന്തം വെച്ച് കളിക്കരുത്, ആരായിരുന്നാലും ശരി. എന്നെ ദുരന്തം വെച്ച് കളിക്കരുത്. ദുരന്തത്തിൽ സന്നദ്ധ പ്രവർത്തകർ അവിടെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവർ പണിയെടുത്തോട്ടെ, അവർ ആരും ആയിക്കോട്ടെ, ജാതി മതം ഒന്നും ഞാൻ ഇപ്പൊ തരുന്നത്. അവർ അതിന്റെ ഇടയിൽ PR ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. അവരെവിടെ 10 പേർക്ക് ഇത് ചെയ്യുന്നുണ്ടല്ലോ. വീട്ടിൽ ഇരുന്ന് ദുരന്തബാധിതരെ സന്നദ്ധ പ്രവർത്തകരെ കുറ്റം പറയുന്നത് നീ എന്തോ ചെയ്തു? സോഷ്യൽ മീഡിയയിൽ 2 പോസ്റ്റ് ഇട്ടു. ഇതാണ് ചെയ്യുന്നത്, അല്ലേ? അതാണ് അവർ ചെയ്യുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് KSFE-ക്ക് അനുവദിച്ചു എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തുന്നു. കറക്റ്റ് പോയിന്റാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. രണ്ടാമത് മുഖ്യമന്ത്രി പറഞ്ഞു, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഈ തുക കോവിഡ് കാലത്ത് പഠനാവശ്യങ്ങൾക്കായി ലാപ്ടോപ്പ് വാങ്ങാനാണ് KSFE-ക്ക് അനുവദിച്ചത്. മുഖ്യമന്ത്രി എന്നിട്ട് നിർത്തിയില്ല. കുടുംബശ്രീ പ്രവർത്തകർക്കും അവരുടെ മക്കൾക്കും വിദ്യാശ്രീയും വിദ്യാകിരണവും പദ്ധതികൾ രണ്ടും യോജിപ്പിച്ച് 81 കോടി രൂപ ആ സമയത്ത് അനുവദിച്ചു. KSFE വഴിയാണ് അനുവദിച്ചത്. ഇതിൽ 47,763 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകി എന്ന് പറയുന്നുണ്ട്. വാടഞ്ഞു. കഴിഞ്ഞ ദിവസം പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്, അയ്യോ എന്ന് പറഞ്ഞു. ഇട്ടേക്കുന്ന സുബി ദേവു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമന്റ് വായിച്ചു, നല്ല എന്റർടൈൻമെന്റ് ആണ്. ധനുഷേ, നീയൊക്കെ കളം മാറി ചവിട്ടാൻ തുടങ്ങിയല്ലേ, നിങ്ങളുടെ തോൽവി തുടങ്ങുകയാണ്, ഒന്ന് പാടയച്ചു പാടയച്ചു നിലപാട് കളം മാറ്റി ചവിട്ടാൻ തുടങ്ങിയ ഇവിടെ ആരാന്ന് എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞാൽ എനിക്ക് ദുരന്തം എടുക്കാം. അതാണ് എനിക്ക് എന്നെ അപമാനിച്ചതിലല്ലേ എന്റെ പ്രശ്നം. അപ്പൊ കമന്റ് ഇടുന്ന നിന്റെ ഉള്ളിൽ ഇത് കിടന്ന് പുകയുകയാണ്. ദുരന്തം ഉണ്ടല്ലോ, ദുരന്തം ഒരിക്കലും മുതലെടുക്കാൻ ആരായിരുന്നാലും, എന്റെ കൂടെ നിൽക്കുന്ന ആളായിരുന്നാലും ദുരന്ത മുഖത്ത് നമ്മളത് പറയാൻ പാടില്ല. എമർജൻസി സിറ്റുവേഷൻ ആണ്, യുദ്ധകാല അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യേണ്ട സമയമാണ്. ആ യുദ്ധകാല അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓമനക്കുട്ടനെ ഓർമ്മയുണ്ടോ? അതെ. പുള്ളിക്കാരൻ 10 രൂപ ഓട്ടോയ്ക്ക് വേണ്ടി പിരിച്ചു എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ വലിയ രീതിയിൽ കള്ളനാക്കി ഒരു സമയം എന്നിട്ട് മാപ്പ് പറയേണ്ടി വന്നു. ഞാനും ആ സമയത്ത് കൂടെ ഉണ്ടായില്ല, എനിക്ക് അന്ന് തിരിച്ചറിവ് വന്നതാണ്. ഞാൻ മാപ്പ് പറഞ്ഞു പരസ്യമായിട്ട്. ഞാൻ അന്ന് വർക്ക് ചെയ്ത ഓൺലൈൻ ചാനൽ ഞാൻ വന്ന് പറഞ്ഞു, ചേട്ടാ ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി, ഇനി ഒരിക്കലും ഉണ്ടാകില്ല. ഞാൻ മാപ്പ് പറഞ്ഞു. അന്ന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറായി. എന്നിട്ട് പുള്ളിയെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്തു. കാരണം അതൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പൊ പറയുന്നു മുലപ്പാല് കൊടുക്കാൻ പറ്റില്ല അത്രേ. അവിടെ കരയുന്ന കുട്ടികൾക്ക് മുലപ്പാൽ, ഒരു അമ്മയുടെ മുലപ്പാൽ വേറൊരു അമ്മ പെറ്റ മോൾക്ക് കൊടുക്കാൻ പറ്റില്ല, ജനറ്റിക് ഇഷ്യൂ ഉണ്ടാകുമെന്ന്. ഇതൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യുന്ന സംഭവമാണ്. അവിടെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ നമ്മുടെ നിയമങ്ങളും ധർമ്മങ്ങളും എല്ലാം മാറ്റി ചവിട്ടണം.
മാറ്റി ചവിട്ടിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഈ മുലപ്പാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പേരിലൊക്കെ പല ഡോക്ടർമാരും കാര്യങ്ങളും വേറെ വലിയ വേറെ ചർച്ചയാണ്, നമുക്ക് അതിലോട്ട് പോകണ്ട. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അഖിൽ മാരാർ ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ, ഒരു പോസ്റ്റ് ഇട്ട് അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതിന് എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് സന്തോഷമായി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. താഴെ വിമർശനം ഉയർന്നു. എന്താ കൊടുക്കുന്നില്ലേ 1 ലക്ഷം രൂപ? അവസാനം പോസ്റ്റ് എഡിറ്റ് ചെയ്തു കൊടുക്കുക. ഇന്നിപ്പോ വീണ്ടും ഒരു കരങ്ങി മെഴുകി നാണം കെട്ട് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനകത്ത് പറയുന്നത് ഞാൻ കൊടുത്തു എങ്കിലും ഇങ്ങനെയുള്ള ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കയാണ്. അങ്ങനെയാണെങ്കിൽ മാന്യമായിട്ട് നിങ്ങൾക്ക് ചോദിച്ചുകൂടെ? മാന്യമായിട്ട് ചോദിച്ചു. നിങ്ങൾ എന്തിനാ ദുരിതാശ്വാസ പൈസ കൊടുക്കില്ല എന്ന് പറയുന്നത്? ഞാൻ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഫേമസ് പേഴ്സണാലിറ്റിയാണ്, നിങ്ങൾക്ക് പബ്ലിക്കായിട്ടുള്ള ഒരു ലൈഫുണ്ട് ഇല്ലേ? നിങ്ങളൊരു പ്രൈവറ്റ് ആയിട്ട് ലൈഫ് നടത്തുന്ന ഒരു വ്യക്തിയല്ല, പബ്ലിക്കായിട്ട് ലൈഫ് നടത്തുന്ന ഒരു വ്യക്തി. ഇപ്പൊ മോഹൻലാൽ പറയാണ് ഞാൻ കൊടുക്കില്ല ദുരിതാശ്വാസ നിധിയിലെ പൈസ, പക്ഷെ ഞാൻ വേണമെങ്കിൽ 10 വീഡിയോ വെച്ച് കൊടുക്കാം എന്ന് പറയുമ്പോൾ മോഹൻലാൽ ഫാൻസ് എന്ത് പറയും? ലാലേട്ടനെ കൊടുക്കുന്നു, നമ്മൾ കൊടുക്കുന്നു എന്ന് വിചാരിക്കില്ലേ? 100%. അങ്ങനെ പബ്ലിക്കായിട്ട് ലൈഫ് നടത്തുന്ന ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല. എസ്പെഷ്യലി ദുരിതാശ്വാസ ഭൂമിയിൽ ഒരിക്കലും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും. ഇതിന് ശേഷം വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. ശരി.